അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം, നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി രാവിലെ നമ്മൾ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഏകദേശം നെല്ലും പതിരും ഒക്കെ തിരിഞ്ഞു എന്നുള്ളത് ഏകദേശം ഉറപ്പായി. കാരണം ഇന്നലെ തന്നെ വൈകുന്നേരം നമ്മൾ പറഞ്ഞ കളക്ഷനൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ ചിത്രങ്ങളും നേടുന്നത്. അപ്പം പുതിയ പുതിയ ചിത്രങ്ങൾ വരുന്ന മുറയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പം ഇന്ന് പുതിയ ദിനം തുടങ്ങുമ്പോൾ പുതിയതായിട്ട് എന്താ പറയുന്നത് ചില വാർത്തകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ സംബന്ധമായ വാർത്തകൾ തന്നെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ദൃശ്യം 3യെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. എമ്പുരാനെപ്പോലെ തന്നെ അല്ലേ. അപ്പം ഇനിയും ലോകമെമ്പാടുമുള്ള എല്ലാവരും, എല്ലാ സിനിമാ പ്രേമികളും ദൃശ്യത്തെ അതുപോലെയാണ് കാണുന്നത്. അപ്പം ദൃശ്യം 3 ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഏതായാലും മാറി. ദൃശ്യം 3 ഏതായാലും ഇറങ്ങും എന്ന് ഏകദേശം ഉറപ്പായി. അപ്പോൾ അത് സംബന്ധിച്ച് എല്ലാ വാർത്തകൾക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിനെ അപേക്ഷിച്ച് ഹിന്ദിയിലാണ് ഇതിന് ഭയങ്കര മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. കാരണം ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഈ ചിത്രം കാത്തിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ ജോർജ് കുട്ടിയായിട്ട് വീണ്ടും എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയാണ് ആൾക്കാരിങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്നത്. ഇനി 3 കഴിഞ്ഞ് 4 ഉണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. ഏതായാലും 3 ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായി. മെയ് അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ അജയ് ദേവ്ഗണിൻ്റെ ചിത്രം ദൃശ്യം 3യും ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റോ അറിയില്ല. അതിനിടയിൽ ദൃശ്യം 1ഉം 2ഉം നിർമ്മാതാക്കൾ ദൃശ്യം 3യുടെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരും ജിത്തുവൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നും പറയുന്നു. ഒരേ സമയം 2 ചിത്രവും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ നായകനായ അജയ് ദേവ്ഗൺ വളരെ തിരക്കിലുമാണ്. ഏതായാലും നമ്മുടെ ദൃശ്യം 3 മലയാളത്തിൽ മെയ്യിലേക്ക് ഷൂട്ടിംഗ് ആരംഭിക്കും. ഇവരുദ്ദേശിച്ചത് എമ്പുരാന് ശേഷം ലാലേട്ടനെ സംബന്ധിച്ച് ഏത് ഭാഷയിലും എപ്പോഴും ചിത്രം ഇറക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ലോകമെമ്പാടും ലാലേട്ടൻ എമ്പുരാനിലൂടെ ഒരു കളക്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അജയ് ദേവഗണിൻ്റെ അല്ലാതെ മോഹൻലാൽ തന്നെ നേരിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരു ദൃശ്യം കാണാൻ പറ്റും എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഭാഷയിലും മലയാളത്തിലും എല്ലാം ഒരേപോലെ റിലീസ് ചെയ്യുന്ന വിധത്തിലാകാം ദൃശ്യം 3 ഒരുക്കുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ ഇനി അടുത്തുള്ള കാത്തിരിപ്പ്. ദൃശ്യം 3 എന്തായി തീരും എന്ന് ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 3യുടെ ഇനിയുള്ള വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങൾ ഈ കൊല്ലം ഇറങ്ങി 2 ചിത്രങ്ങളും പ്രതീക്ഷിച്ച നിലവാരം പുലർത്താതെ പോയ ചിത്രങ്ങളാണ്. ഡൊമിനിക്ക് വളരെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും അത് കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു തരംഗവും സൃഷ്ടിക്കാതെ പോയി. അതുപോലെ തന്നെ ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി ചിത്രങ്ങൾ പൊതുവെ മമ്മൂട്ടി ഈ റോളുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ചാത്തനും കൊടുമൺ പോറ്റിയും ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നമ്മളെ ഞെട്ടിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വില്ലൻ ലുക്കിൽ വരുന്ന ഒരു ചിത്രമാണ് കളങ്കാവൻ എന്ന് പറയുന്ന ചിത്രം. കളങ്കാവൻ എന്ന് പറയുന്ന ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്യുന്നത്. കളങ്കാവിൻ്റെ കഥ എന്ന് പറയുന്ന സൈനൈഡ് മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയാണെന്നാണ് പറയുന്നത്. സൈനൈഡ് മോഹനൻ എന്ന് പറയുന്ന 10-20ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്ന, സൈനൈഡ് കൊടുത്തി കൊന്ന സൈനൈഡ് മോഹനൻ എന്ന് പറയുന്ന ഒരു കള്ളൻ്റെ കഥയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത് വിനായകനാണ്. മമ്മൂട്ടി ഒരു വില്ലൻ ലുക്ക് വരുന്നത്. അപ്പം മമ്മൂട്ടി വില്ലൻ വരുമ്പോഴത്തേന് അതിൻ്റെ നായകൻ വില്ലൻ നായകനാകാമല്ലേ.
അപ്പം മമ്മൂട്ടിക്ക് മുകളിലൊരു നായകനായ വിനായകൻ കാണാനേ വഴിയില്ല എന്ന് പറയുന്ന ചിത്രം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. മെയ് 22-ാം തീയതിയാണ് ഈ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പം കളങ്കാവനിൽ മമ്മൂട്ടി എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ പെട്ടെന്ന് വൈറലാകുകയും ചെയ്യും. ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് പോസ്റ്റ്. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ഇതിനിടയിൽ വേറെ ഒരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവാസിൻ്റെ ഒരു ചിത്രമുണ്ട്. അദ്ദേഹം അഭിനയിക്കുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ ചിത്രത്തിലും പ്രഭാസിൻ്റെ വില്ലനായിട്ട് മമ്മൂട്ടി തെലുങ്കിലും അവതരിപ്പിക്കുന്നു എന്ന് വാർത്തയാണ് വരുന്നത്. അപ്പം തെലുങ്കിലും പ്രഭാസിൻ്റെ വില്ലനായിട്ട് മമ്മൂട്ടി വരുന്നു എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട്. സന്ദീപ് വാങ്കറെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പം പ്രഭാസാണ് നായകൻ. അത് ഇടയ്ക്ക് കേട്ട വാർത്തയെന്ന് പറഞ്ഞാൽ പ്രഭാസിൻ്റെ അച്ഛനായിട്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്നു എന്ന് പറയാം. ഇപ്പം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വാർത്തകൾ വരട്ടെ. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് 2024 മികച്ചൊരു കൊല്ലമായി, 2025 ഒരു മികച്ച കൊല്ലമല്ല തുടക്കത്തിൽ തന്നെ. അപ്പം ബാക്കിയുള്ള സിനിമകളും അദ്ദേഹത്തിന് മികച്ചൊരു കൊല്ലമായി മാറ്റട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുപോലെ നമ്മൾ കാത്തിരിക്കുന്നൊരു ചിത്രമാണ് സൂര്യയുടെ റെട്രോ. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന റെട്രോയെ സംബന്ധിച്ച് സൂര്യയുടെ ഒരു തിരിച്ചുവരവാണോ? സൂര്യയുടെ ചിത്രങ്ങളും തികഞ്ഞ പരാജയമാണ്. ഇതിനിടയിലാണ് തല അജിത്തിൻ്റെ ചിത്രം പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു നമ്മൾ അടുത്തിടെ കണ്ടത്. അതുപോലെ തന്നെ റെട്രോയിലൂടെ നമ്മുടെ സൂര്യ തിരിച്ചു വരുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മെയ് 1-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജയറാം, ജോജു ജോർജ് എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം റെട്രോ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ വളരെ കാത്തിരിക്കുകയാണ്. അതുപോലെ വേറെ ഒരു ചിത്രമാണ് നമ്മൾ ടൊവിനോ നായകനായ ചിത്രങ്ങൾ. നമ്മുടെ എമ്പുരാനിലും ടൊവിനോ ഉണ്ട്. പക്ഷേ നായകനായ ഒരു ചിത്രം ഉടൻ തന്നെ പുറത്തു വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നരിവേട്ട എന്ന് പറയുന്ന ചിത്രമാണ് ടൊവിനോയെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രം. മെയ് 16-ന് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മെയ്യെ സംബന്ധിച്ച് ഭയങ്കര റിലീസിങ് ഡേറ്റുകളാണ് അല്ലേ. അപ്പം 25-ാം തീയതി തുടരും എന്ന് പറയുന്ന ചിത്രത്തിൽ തുടങ്ങി അങ്ങനെ അനേകം റിലീസുകൾ മെയിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിലൊന്നാണ് നരിവേട്ട എന്ന് പറയുന്ന ടൊവിനോ ചിത്രം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ അബിൻ ജോഫാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രസിദ്ധ നടനായ ചേരൻ ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. ചേരൻ്റെ ആദ്യത്തെ മലയാള ചിത്രമാണ്. അതുപോലെ നമ്മുടെ വെഞ്ഞാറമൂട് സുരാജും ഇതിനകത്തെ ഒരു മുഖ്യ കഥാപാത്രമായി എത്തുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ ഈ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾക്കിടയിലും ഒരു ദുഃഖകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. നടൻ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്നത് സീരിയലിലൊക്കെ നിരന്തരം സീരിയൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പല സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് വിഷ്ണു പ്രസാദ്. അദ്ദേഹം കരൾ സംബന്ധമായ രോഗം മൂലം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കരൾ കൊടുക്കാൻ മകൾ തയ്യാറാണെങ്കിലും സാമ്പത്തിക ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു. ആത്മാ പോലുള്ള സംഘടനകൾ ഇടപെടുന്നുണ്ട് എങ്കിലും അവർക്കും കൈപ്പിടിയിൽ ഒതുങ്ങുന്നൊരു തുകയല്ല, എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അനേകം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയന്, ബെൻ ജോൺസണ്, അങ്ങനെ ഒത്തിരി ചിത്രങ്ങളിൽ ഇറങ്ങി അഭിനയിച്ചിരിക്കുന്ന ഒരു നടനാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പരിചിതനാണ് എന്ന് തോന്നുന്നു. സീരിയലൊക്കെ കാണുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാമ്പഴക്കാലം എന്ന് പറയുന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ
അനിയനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതൊരു മികച്ച കഥാപാത്രമാണ്, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പം അദ്ദേഹം എത്രയും പെട്ടെന്ന് രോഗവിമുക്തി നേടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മലയാളത്തിലെ പുതിയ പുതിയ വാർത്ത. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുടരും എന്ന് പറയുന്ന 25-ാം തീയതി ഇറങ്ങുന്ന ചിത്രത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഫാൻ ഷോകൾ ആരംഭിച്ചിരുന്നു. അതുപോലെ ചിത്രം ഇറങ്ങുന്നത് 10 മണിക്കാണ് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. പുതിയ പുതിയ പോസ്റ്ററുകളൊക്കെ ഇറക്കി പുതിയ പുതിയ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഏതായാലും ഒരു കൊച്ചു ചിത്രം വലിയ ചിത്രമാകുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.